നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തീപ്പൊരിയായി മാറാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ലോകം ഒരാൾ മറ്റൊരാളെ സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി ചലിക്കുന്ന ഒരു വലിയ യന്ത്രമാണ്. ഒരു വലിയ നേതാവ്, ഒരു മികച്ച വാഗ്മി, നിങ്ങൾക്ക് പ്രചോദനം നൽകിയ ഒരാൾ, ഇവരെല്ലാം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവരായിരുന്നു. ഈ കഴിവ് കേവലം ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഇതിനു പിന്നിൽ മനുഷ്യന്റെ ചിന്തകളെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന അതിശക്തമായ ചില മനഃശാസ്ത്ര നിയമങ്ങളുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് കേവലം വാക്കുകൾ കൊണ്ടുള്ള സ്വാധീനത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരാളുടെ മനസ്സിൽ വിശ്വാസവും ബഹുമാനവും നേടി ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്ന, ആളുകളെ സ്വാധീനിക്കാനുള്ള 7 അതിശക്തമായ മനഃശാസ്ത്ര മാർഗങ്ങളെക്കുറിച്ചാണ്. ഈ തത്വങ്ങൾ ഒരു പ്രത്യേക വ്യക്തി കണ്ടുപിടിച്ചതല്ല. ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞർ വർഷങ്ങളോളം നടത്തിയ പഠനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമാണ്. ഈ അറിവ് നിങ്ങൾ നേടുന്നതിലൂടെ നിങ്ങളുടെ ആശയവിനിമയ ശൈലി മാറും, നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാവും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു മികച്ച നേതാവായി ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ഓരോ പോയിന്റും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കേവലം അറിവല്ല, ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വഴികാട്ടിയാണ്. അങ്ങനെയെങ്കിൽ ആ 7 രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ സ്വാധീന ശക്തിയുടെ പുതിയ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ഒന്നാമതായി, പരസ്പര വിനിമയത്തിന്റെ മനഃശാസ്ത്രം. ആളുകളെ സ്വാധീനിക്കാനുള്ള അടിസ്ഥാന ശിലയാണ് പരസ്പര വിനിമയം അഥവാ റെസിപ്രോസിറ്റി. ഈ തത്വം മനുഷ്യന്റെ സാമൂഹിക ബന്ധങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള നിയമമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുമ്പോൾ തിരിച്ചവർക്ക് എന്തെങ്കിലും നൽകാൻ ഒരു ആന്തരികമായ പ്രേരണ നമ്മളിൽ ഉണ്ടാകുന്നത്? നമ്മൾ ഒരു കടപ്പാട് അനുഭവിക്കുന്നു. ആ കടം വീട്ടുന്നത് വരെ നമുക്കൊരു തരം അസ്വസ്ഥതയുണ്ടാകും. സ്വാധീനം ചെലുത്തുന്നതിൽ ഈ തത്വം എങ്ങനെ ഉപയോഗിക്കാം? വളരെ ലളിതമാണ്. നിങ്ങൾ ആദ്യം നൽകുന്ന ആളായി മാറുക. നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം, ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വിലപ്പെട്ട അറിവ് അവർക്ക് നൽകുക. അത് പണമാകണമെന്നില്ല, ആത്മാർത്ഥമായ പ്രശംസയാകാം, മറ്റൊരാളുടെ സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു നിർദ്ദേശമാകാം, അല്ലെങ്കിൽ അവർ വിഷമിച്ചിരിക്കുമ്പോൾ നൽകുന്ന വൈകാരികമായ സാമീപ്യമാകാം. നിങ്ങൾ നൽകുന്നത് എത്ര വലുതാണോ അത്രയും ശക്തമായിരിക്കും നിങ്ങളുടെ സ്വാധീനം. ഈ കൊടുക്കൽ വാങ്ങൽ ഒരു കച്ചവടമായി കാണരുത്. നിങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഉദ്ദേശ്യം അവരുടെ മനസ്സിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കും. ഒരു നേതാവ് തൻ്റെ ടീമിന് അധികാരം നൽകുമ്പോൾ, ഒരു സുഹൃത്ത് സ്വന്തം സമയം വിട്ടുകൊടുക്കുമ്പോൾ, ഒരു വിൽപ്പനക്കാരൻ ഉപഭോക്താവിന് അധിക വിവരങ്ങൾ നൽകുമ്പോൾ, അതെല്ലാം ഈ റെസിപ്രോസിറ്റിയുടെ പ്രവർത്തനമാണ്. ആളുകൾ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നു, കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ മൂല്യം കൊണ്ടുവന്നു. നിങ്ങളുടെ സ്വാധീനം തുടങ്ങേണ്ടത് ചോദിക്കുന്നതിലൂടെയല്ല, നൽകുന്നതിലൂടെയാണ്. രണ്ടാമത്തെ മനഃശാസ്ത്ര മാർഗം സ്ഥിരതയിലുള്ള പ്രതിബദ്ധത. മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സ്ഥിരത. നമ്മൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം സ്ഥിരതയുള്ള ഒരാളായി മറ്റുള്ളവരുടെ മുന്നിൽ കാണപ്പെടുന്നത് നമ്മുടെ സാമൂഹിക മൂല്യം വർദ്ധിപ്പിക്കുന്നു. നമ്മൾ എടുത്തു ചാടി ഓരോ നിമിഷവും നിലപാട് മാറ്റുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവർ കരുതുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ തത്വം സ്വാധീനത്തിനായി ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ ഒരാളിൽ നിന്ന് വലിയൊരു മാറ്റമോ തീരുമാനമോ ആവശ്യപ്പെടുന്നതിന് മുൻപ് അവരെ കൊണ്ട് ചെറിയ നിസ്സാരമായ ഒരു പ്രതിബദ്ധത ഏറ്റെടുപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതെ എന്ന് പറയും. ആ ചെറിയ അതെ അവർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ വലിയ ആശയങ്ങളോട് യോജിക്കാൻ ഒരു മാനസികമായ ബാധ്യത നൽകും. ഇതിനെ ചെറിയൊരു വാതിൽ തുറക്കൽ എന്ന് വിളിക്കാം. ഈ ഒരു ചെറിയ ചോദ്യം, ഒരു ചെറിയ ജോലി, ഒരു ചെറിയ നിക്ഷേപം, ഇതെല്ലാം ഒരാളെ ഒരു പ്രത്യേക ദിശയിലേക്ക് ചലിപ്പിക്കും.
ഒരിക്കൽ അവർ ആ ദിശയിൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് പിന്മാറി സ്ഥിരത നഷ്ടപ്പെടുത്തുവാൻ അവർ മടിക്കും. പ്രതിബദ്ധത രേഖാമൂലം വാങ്ങുന്നത് വാക്കാലുള്ളതിനേക്കാൾ ശക്തമായിരിക്കും. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ലക്ഷ്യം ഒരാളെ അതിലേക്ക് എത്തിക്കാൻ കൂടുതൽ സഹായിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ആരെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെ കൊണ്ട് അവരുടെ സ്വന്തം വാക്കുകളോ എഴുത്തുകളോ പ്രവർത്തനങ്ങളോ വഴി നിങ്ങളുടെ ആശയത്തോട് ചെറിയ തോതിൽ പ്രതിബദ്ധത പ്രകടിപ്പിക്കുക. മൂന്നാമത്തെ മനഃശാസ്ത്ര മാർഗം സാമൂഹികമായ തെളിവ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നമുക്ക് അവ്യക്തത വരുമ്പോൾ നമ്മൾ ചുറ്റും നോക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കും. കൂടുതൽ ആളുകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് സാമൂഹിക തെളിവ് എന്ന അതിശക്തമായ തത്വം. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തെളിയിക്കുക. ഇതൊരു പുതിയ ആശയമാണ്, ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ സമാനമായ ലക്ഷ്യമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം ഈ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതിലാണ് സ്വാധീനം. നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിന്ന് ലഭിച്ച മികച്ച സാക്ഷ്യപത്രങ്ങൾ, നിങ്ങളുടെ സേവനം ഉപയോഗിച്ചവരുടെ എണ്ണം, ഒരു പ്രത്യേക കാര്യത്തെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിൻ്റെ പൊതുവായ അഭിപ്രായം, ഇതെല്ലാം സാമൂഹിക തെളിവുകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുമായി സാമ്യമുള്ള ആളുകളുടെ സാമൂഹിക തെളിവുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും. ഒരു സാധാരണക്കാരൻ ഒരു പുതിയ നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നതിനേക്കാൾ തങ്ങളുടെ അതേ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ അതിൽ വിജയിച്ച കഥ കേൾക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ സ്വാധീനിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങളുടെ ആശയം ശരിയാണ് എന്ന് മറ്റൊരാൾ പറയുന്നതിനേക്കാൾ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ആളുകളെ കൂടുതൽ വേഗത്തിൽ അംഗീകാരത്തിലേക്ക് നയിക്കും. നാലാമത്തെ മനഃശാസ്ത്ര മാർഗം ആകർഷണീയതയും ഇഷ്ടവും. നാലാമത്തെ തത്വം ഏറ്റവും ലളിതമെങ്കിലും ഏറ്റവും ശക്തമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നാം ഏറ്റവും വേഗത്തിൽ അനുസരിക്കുക. നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർ പറയുന്നതിനോട് വേണ്ട എന്ന് പറയാൻ നമ്മുടെ മനസ്സ് മടിക്കും. വിൽപ്പന, ചർച്ചകൾ, നേതൃത്വം, എല്ലാ മേഖലകളിലും ഈ തത്വം പ്രധാനമാണ്. ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ 3 പ്രധാന വഴികളുണ്ട്. 1. സാമ്യം കണ്ടെത്തുക. പൊതുവായ താല്പര്യങ്ങൾ, ഹോബികൾ, ഇഷ്ടപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ നിങ്ങൾ പങ്കുവയ്ക്കുന്ന മൂല്യങ്ങൾ എന്നിവ കണ്ടെത്തുക. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ മാനസികമായി ഒരു പാലം അവിടെ നിർമ്മിക്കപ്പെടുന്നു. രണ്ടാമതായി ആത്മാർത്ഥമായ പ്രശംസ. മറ്റൊരാളുടെ കഴിവിനെയോ പ്രയത്നത്തെയോ തീരുമാനത്തെയോ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. എന്നാൽ ഇത് വെറും മുഖസ്തുതിയായിരിക്കരുത്. അവരുടെ മികച്ച കാര്യങ്ങളെ സത്യസന്ധമായി ഉയർത്തിക്കാട്ടുമ്പോൾ അവർ നിങ്ങളോട് അടുപ്പം കാണിക്കാൻ തുടങ്ങും. അടുത്തതായി സഹകരണത്തിലൂടെയുള്ള അടുപ്പം. ഒരു പൊതുവായ ശത്രുവിനെയോ അല്ലെങ്കിൽ ഒരു പൊതുവായ വലിയ ലക്ഷ്യത്തെയോ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക. നമ്മൾ ഒരു ടീമാണ് എന്ന ചിന്ത വ്യക്തിപരമായ അടുപ്പത്തിലേക്ക് വഴിമാറും. നല്ലൊരു ശ്രോതാവായിരിക്കുക. ആരെയാണ് സ്വാധീനിക്കേണ്ടത്, അവരെക്കുറിച്ച് കൂടുതൽ അറിയുക. അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും അംഗീകരിക്കുക. നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവർക്ക് തോന്നുകയാണ് എങ്കിൽ അവർ നിങ്ങളെയും ഇഷ്ടപ്പെടും. അവിടെയാണ് യഥാർത്ഥ സ്വാധീനം ആരംഭിക്കുന്നത്. ആകർഷണീയമായ രൂപം മാത്രമല്ല, ആകർഷണീയമായ വ്യക്തിത്വമാണ് ഇവിടെ പ്രധാനം. അഞ്ചാമത്തെ മനഃശാസ്ത്ര മാർഗം അധികാരത്തിൻ്റെ മുദ്ര. അഞ്ചാമത്തെ തത്വം മനുഷ്യന്റെ അനുസരണയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒന്നാണ്. ഒരു വിഷയത്തിൽ അറിവും വൈദഗ്ധ്യവും അധികാരവുമുള്ള ആളുകളുടെ വാക്കുകൾക്ക് നമ്മൾ കൂടുതൽ വില നൽകുന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പ്രൊഫസർമാർ അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിലെ ദീർഘകാല വിജയികൾ, ഇവരെല്ലാം നമുക്ക് അനുസരിക്കാൻ എളുപ്പമുള്ളവരാണ്. കാരണം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റൊരാളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വൈദഗ്ധ്യം മറച്ചു വെക്കരുത്. നിങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിൽ അറിവുള്ളവനാണെന്ന് അല്ലെങ്കിൽ എത്രത്തോളം അനുഭവം നിങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുക. നിങ്ങളുടെ കരിയറിലെ നേട്ടങ്ങൾ, പഠിച്ച സ്ഥാപനങ്ങൾ, നേടിയ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല വിജയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം അഹങ്കാരത്തോടെയല്ല, മറിച്ച് വിനയത്തോടെയും കാര്യക്ഷമതയോടെയും അവതരിപ്പിക്കുക. ചിലപ്പോൾ അധികാരത്തിൻ്റെ മുദ്ര വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും പോലും പ്രകടമാകും.
ഒരു ഡോക്ടറുടെ കോട്ട്, ഒരു പോലീസുകാരൻ്റെ യൂണിഫോം, ഇവയെല്ലാം ആളുകളുടെ മനസ്സിൽ അധികാരബോധം ഉണർത്തുന്നു. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നൽകുന്ന മൂല്യത്തിലും വ്യക്തമായ അറിവിലുമാണ് ഏറ്റവും വലിയ അധികാരം നിലകൊള്ളുന്നത്. സംശയമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, കൃത്യമായ ഡാറ്റകൾ ഉദ്ധരിക്കുക, തെളിയിക്കപ്പെട്ട വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഒരു വിദഗ്ധനാണ് എന്ന് അവർക്ക് തോന്നിയാൽ നിങ്ങളുടെ സ്വാധീനം അനായാസമാകും. ആറാമത്തെ മനഃശാസ്ത്ര മാർഗം ദൗർലഭ്യം സൃഷ്ടിക്കൽ. നമ്മുടെ മനസ്സിൻ്റെ ഒരു വിചിത്രമായ പ്രത്യേകതയാണ് ആറാമത്തെ തത്വമായ ദൗർലഭ്യം. ഒരു വസ്തുവോ അവസരമോ വിവരമോ എളുപ്പത്തിൽ കിട്ടാനില്ലെങ്കിൽ അതിന് നമ്മുടെ മനസ്സിൽ വില കൂടും. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന ചിന്ത നമ്മുടെ തീരുമാനമെടുക്കാനുള്ള വേഗതയെ അതിവേഗം വർദ്ധിപ്പിക്കും. മനുഷ്യൻ എന്താണ് നേടാൻ പോകുന്നത് എന്നതിനേക്കാൾ എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുന്നു. സ്വാധീനത്തിനായി ഈ തത്വം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അവസരം പരിമിതമാണ് എന്ന് വ്യക്തമാക്കുക. ഇത് സമയത്തിൻ്റെയോ എണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ലഭ്യതയുടെയോ അടിസ്ഥാനത്തിലാകാം. ഈ ആഴ്ചത്തേക്ക് മാത്രമുള്ള അവസരം, ആദ്യത്തെ 100 പേർക്ക് മാത്രം, നിങ്ങളെപ്പോലെ കഴിവുള്ള കുറച്ചു പേർക്ക് വേണ്ടി മാത്രം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. ഈ ദൗർലഭ്യം യഥാർത്ഥമായിരിക്കണം. കള്ളമായ ഒരു പരിമിതി സൃഷ്ടിക്കുന്നത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അവസരം പരിമിതമായിരിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന്, എൻ്റെ സമയം കുറവായതിനാൽ എനിക്ക് 5 പേരെ മാത്രമേ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. ആളുകൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാകും. ഒരവസരം എപ്പോഴും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ഒരാളെ മടിച്ചു നിൽക്കാതെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെ മൂല്യവും അത് നഷ്ടപ്പെട്ടാലുള്ള ദോഷവശവും വ്യക്തമാക്കുക. ഏഴാമത്തെ മനഃശാസ്ത്ര മാർഗം ഐക്യവും സാഹോദര്യവും. ഏറ്റവും ആധുനികമായതും വ്യക്തിഗത ബന്ധങ്ങളിൽ ഏറ്റവും ശക്തവുമായ സ്വാധീന തത്വമാണ് ഐക്യം. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള, നമ്മളുമായി ഒരേ ഐഡന്റിറ്റി പങ്കിടുന്ന ആളുകളുടെ സ്വാധീനത്തിന് വളരെ വേഗം വഴങ്ങുന്നു. ഇത് കുടുംബം, രാജ്യം, ഒരേ ഹോബി പങ്കെടുക്കുന്നവർ, ഒരേ പശ്ചാത്തലമുള്ളവർ എന്നിങ്ങനെയുള്ള നമ്മൾ എന്ന ഒരു വലിയ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു. അവർ എന്ന ചിന്തയെ നമ്മൾ എന്ന ചിന്തയാണ് ഇവിടെ പ്രധാനം. നിങ്ങൾ സ്വാധീനിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി പൊതുവായ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കുക. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. നമ്മൾ ഒരേ ടീമാണ്. നമ്മുടെ ഈ സമൂഹം നിങ്ങളെയും എന്നെയും പോലെ ഒരേ തരത്തിൽ ചിന്തിക്കുന്നവർ എന്നിങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കുക. നിങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒരു തോന്നൽ അവരിൽ സൃഷ്ടിക്കുക. ഒരു സംഭാഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാം എന്ന് പറയുന്നതിനേക്കാൾ നമുക്കൊരുമിച്ച് ഇത് സാധ്യമാക്കാം എന്ന് പറയുന്നതിൽ വലിയ സ്വാധീനമുണ്ട്. ഇത് കേവലം സഹായം വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. പൊതുവായ ലക്ഷ്യങ്ങൾ, പൊതുവായ മൂല്യങ്ങൾ, പൊതുവായ പശ്ചാത്തലം എന്നിവയെല്ലാം ഈ ഐക്യം സ്ഥാപിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ്. ഈ ഐക്യത്തിൻ്റെ തത്വമാണ് ഒരു സമൂഹം എന്ന നിലയിൽ ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതും പരസ്പരം സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നതും. നിങ്ങൾ അവരുടെ ഇൻ ഗ്രൂപ്പ് ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളുടെ ആശയങ്ങളോട് എളുപ്പത്തിൽ അതേ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ കണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്ന 7 അതിശക്തമായ മനഃശാസ്ത്ര മാർഗങ്ങളാണ്. ഈ 7 താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ലോകത്തേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ധാർമ്മികതയാണ് സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ തത്വങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ മറ്റൊരാൾക്ക് ഗുണകരമാകണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ സ്വാധീന ശക്തി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേവലം ശബ്ദങ്ങൾ മാത്രമായിരിക്കുകയില്ല, അത് ലക്ഷ്യബോധമുള്ള ഒരു ശക്തിയായി മാറും. ഈ അറിവ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒരു വഴിത്തിരിവായി മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരും സ്വാധീനമുള്ള വ്യക്തികളായി ഈ ലോകത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നവരായി ഉയരണം. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.